ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിലെ കിട്ടുമാവൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ. നമുക്കറിയാം മലയാളം സെക്കൻഡിൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന യൂണിറ്റാണ് അല്ലെ. കിട്ടുമാവനുണ്ട്, അല്പമല്ല ഭുജിക്കുന്നുണ്ട്, പിന്നെ ഭക്ഷണവും ആരോഗ്യവുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പാഠഭാഗമാണ് നർമ്മം വിളമ്പുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ കുറേയേറെ കഥാപാത്രം എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് കിട്ടുമാവൻ അല്ലേ. കിട്ടുമാവൻ എന്ന് പറയുന്ന ഭക്ഷണത്തിനോട് അത്രയധികം ആർത്തിയുള്ള, ഭക്ഷണത്തിനോട് അത്രയധികം ഭ്രമമുള്ള ഒരു കഥാപാത്രത്തിലൂടെ ഭക്ഷണത്തിനോട് എങ്ങനെയാണ് ഒരാളുടെ ജീവിതം ആർത്തി മൂത്ത് ഇല്ലാതാകുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രാധാന്യമുള്ള ഒരു പാഠഭാഗമാണ് തകഴി ശിവശങ്കര പിള്ളയുടെ കിട്ടുമാവൻ എന്ന് പറയുന്ന ഈ ഒരു കഥ അല്ലേ. ഈ ഒരു പാഠഭാഗത്തിൻ്റെ തുടക്ക ഭാഗത്തെ 2 വരികൾ ശ്രദ്ധിക്കും മക്കളെ. ഒരു വയറിന് മാത്രമായി ഒരു വയലും വിളയുന്നില്ല അല്ലേ. എന്നാൽ കിട്ടുമാവൻ്റെ വയറിന് മാത്രമായിട്ടാണ് ഒരു വയൽ മൊത്തം വിളഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏതാണ് മക്കളെ? കിട്ടുമാവൻ എന്ന് പറയുന്ന കഥയാണ്. ഭക്ഷണത്തിനോട് അത്രയധികം ഭ്രമമുള്ള ആർത്തിയുള്ള ഒരു കഥാപാത്രമായ കിട്ടുമാവൻ സ്വാർത്ഥത നിറഞ്ഞ, എത്ര തിന്നാലും മതി വരാത്ത കഥാപാത്രമായി മാറുകയും അവസാനം ഒറ്റപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, കഥയിൽ ദുരന്ത പര്യവസാനത്തിലേക്ക് എത്തുന്ന കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? നമ്മുടെ കിട്ടുമാവൻ മാറുന്നു. അപ്പോൾ ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ഭക്ഷണത്തിനോട് അമിതമായ ഭ്രമം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ തകഴി ശിവശങ്കര പിള്ള പറയുന്നത്. സെറ്റല്ലേ? ഇനി നമുക്ക് ഈ പാഠഭാഗം മനോഹരമായി പഠിച്ചു പോകാം. എല്ലാം റെഡി ആയിരിക്കുക അല്ലേ. കിട്ടുമാവനും കുട്ടിച്ചേച്ചിയും മക്കളുമായി പ്രത്യേകം താമസമായി അല്ലേ. ഇപ്പം മക്കളുമായി പ്രത്യേകം താമസമായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവർ മുമ്പ് എവിടെയായിരുന്നു താമസിച്ചത്? കൂട്ടുകുടുംബത്തിലായിരിക്കും, തറവാട്ടിലായിരിക്കും. ഇപ്പം തറവാട്ടിൽ തൻ്റെ സ്വന്തക്കാരോടൊപ്പം, ബന്ധുക്കളോടൊപ്പം സ്വന്തമായി താമസിച്ച കിട്ടുമാവനും കുടുംബവും എന്താണ്? കിട്ടുമാവനും കുട്ടിച്ചേച്ചി മക്കളും അവർ സ്വസ്ഥമായി മറ്റൊരു വീട്ടിലോട്ട് താമസം മാറി. നമുക്കറിയാം കൂട്ടുകുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സ്വന്തമായിട്ട് വീട്ടിലോട്ട് മാറാം. പക്ഷേ കിട്ടുമാവൻ എന്തുകൊണ്ടായിരിക്കാം ആ വീട് വിട്ട് ഇറങ്ങിയത്? ഒറ്റുത്തരം മാത്രമേ ഉള്ളൂ. എന്താണ് മക്കളെ? സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലേ. ഭക്ഷണം കഴിക്കാൻ, സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് കിട്ടുമാവൻ ആ വീട് വിട്ട് ഇറങ്ങിയതെന്ന് പറയുന്നത്. രാവിലെ കഞ്ഞിക്ക് എന്തൊക്കെ വേണമെന്ന് കിട്ടുമാവൻ നിർദ്ദേശം കൊടുത്തു. ഇപ്പോൾ രാവിലെ കഞ്ഞിക്ക് എന്തൊക്കെയോ ഐറ്റംസ് വേണമെന്ന് കിട്ടുമാവൻ ആർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്? കിട്ടുമാവൻ്റെ വൈഫിന്, കുട്ടിച്ചേച്ചിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. കിട്ടുമാവൻ നിസ്സാരപ്പെട്ട ആളൊന്നും അല്ല കേട്ടോ. അദ്ദേഹം എത്ര കഴിച്ചാൽ അദ്ദേഹത്തിന് ഒരു മടിയും വരില്ല, ഒരു മടുപ്പും വരില്ല. അപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ പണിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. എനിക്ക് ഈ ഐറ്റംസൊക്കെ തിന്നാൻ വേണം അല്ലേ. ദോശയും പുട്ടോ ഇഡലിയോ വടയോ സാമ്പാർ ഒന്നുമല്ല വേണ്ട, ചോറ് അല്ലേ, കഞ്ഞി, പിന്നെ ഒരുപാട് കൂട്ടാൻ. അപ്പോൾ ഒരുപാട് ഭക്ഷണത്തോട് താല്പര്യമുള്ള, ഭ്രമമുള്ള കഥാപാത്രമായി കിട്ടുമാവൻ തുടക്കത്തെ തന്നെ വായനക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. രാവിലെ കഞ്ഞിക്ക് എന്തൊക്കെ വേണമെന്ന് കിട്ടുമാവൻ നിർദ്ദേശം കൊടുത്തു. ആർക്ക്? ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുത്തു. ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം. എന്താ മക്കളെ പറയുന്നത്? ചെറുപയർ പുഴുങ്ങി തോരൻ വെക്കണം. തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം, വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് അല്ലേ. ചെറുപയർ പുഴുങ്ങി തോരൻ വെക്കാനാ പറയുന്നത്. ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം. തോരൻ നല്ല പുഴുക്ക് പോലെയില്ലേ, വറവ് വെക്കണം എന്ന് പറയുന്നു. തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം. ചെറുപയർ തോരൻ വെച്ചാൽ മാത്രം പോരാ, പ്രത്യേക ഒരു അഡ്വൈസും കൂടി കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നത്? വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത്. നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞടാ, മീൻ പൊരിക്കുമ്പോൾ, ചിക്കൻ പൊരിക്കുമ്പോൾ അമ്മയെ കുരുമുളക് ഇടാൻ മറക്കല്ലേ എന്ന് പറയല്ലേ ചില ആൾക്കാർ. അതേപോലെ ചെറുപയർ തോരൻ വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് എന്ന് പറയുക. അത്രത്തോളം ഭക്ഷണത്തോട് ആർത്തിയും ഭ്രമവും താല്പര്യമുള്ള കഥാപാത്രമായി കിട്ടുമാവൻ കഥയുടെ തുടക്കത്തിൽ തന്നെ മാറുന്ന കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ വേണ്ടത്? കിട്ടുമാവൻ പറയാണ്, ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രമായി കൊള്ളട്ടെ എന്ന് വെച്ചെന്താണ്? ചെറുകിഴങ്ങ് കൊണ്ട് ഒരു ഉപ്പേരിയോ വറവോ അല്ലെങ്കിൽ പൊരിച്ചെന്തെങ്കിലും ആക്കട്ടെ, അതും കൂടി ഉണ്ടായിക്കോട്ടെ. ചെറുകിഴങ്ങ് കൊണ്ടും ഒരു പലഹാരം ഉണ്ടാക്കിക്കോളൂ എന്ന് കിട്ടുമാവൻ പറയുകയാണ്. നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി. പിന്നെന്താണ്? പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി കൂടി നീ അരച്ച് താടി പെണ്ണ് എന്ന് കിട്ടുമാവൻ പറയുകയാണ്. എന്തൊക്കെയാണ് വേണ്ടു മക്കളെ? കിട്ടുമാവൻ തൻ്റെ ഭാര്യ കുട്ടിച്ചേച്ചി മക്കളുമായിട്ട് തറവാട് വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വസ്ഥമായിട്ട് വീട്ടിൽ താമസിക്കുകയാണ്. എന്നിട്ട് പറയാണ്, രാവിലെ പണിക്ക് പോകുമ്പോൾ എനിക്ക് കഞ്ഞി വേണം,
പിന്നെ ചെറുപയർ തോരൻ വേണം, അതിൽ എന്ത് വേണം, വെളുത്തുള്ളി ചേർക്കാൻ മറക്കല്ലേ എന്ന് പറയുന്നു. കിഴങ്ങ് കൊണ്ടൊരു പലഹാരം വേണമെന്ന് പറയുന്നു. കൂടാതെ പുളിച്ച മോര് കൊണ്ടൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി തന്ന ബലേബേഷ് ഞാൻ കഴിക്കാമെന്ന് കിട്ടുമാവൻ പറയുകയാണ് ഭാര്യയോട്. അത്രയധികം ഭക്ഷണത്തോടൊരു താല്പര്യമുള്ള കഥാപാത്രമായി കിട്ടുമാവൻ മാറുകയാണ്. തെല്ലാം ഓർത്തിട്ട് കിട്ടുമാവൻ പറഞ്ഞു. പിന്നെ വീണ്ടും ഒന്ന് ഓർത്തു, പിന്നെ എന്താ വേണ്ട ലിസ്റ്റ്. വീണ്ടും ഒന്ന് കിട്ടുമാവൻ പറയുകയാണ്. എന്താ പറയുന്നത്? പർപ്പകടമുണ്ടല്ലോ എന്ന് വെച്ചാൽ പപ്പടം 5-6 ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ. ശർക്കരയിൽ അല്ലേ, പപ്പടം കൂടി എനിക്ക് വേണമെന്ന് കിട്ടുമാവൻ പറയുകയാണ്. ശർക്കരയില്ലേ എന്ന് പറയുന്നു. വെല്ലമില്ലേ? ഭാര്യ പറഞ്ഞു ഇല്ല ചക്കരയുണ്ട് അല്ലേ. കിട്ടുമാവൻ ശർക്കരയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറയാണ് ഇല്ല ചക്കരയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് തമാശ പറഞ്ഞ ചേച്ചിയും ഭാര്യയും കൂടിയാണല്ലേ. എന്നാൽ അത് മതി, നാളത്തേക്ക് ഞാൻ ശർക്കര കൊണ്ടുവരാം അല്ലേ, നാളത്തേക്ക് ഞാൻ ശർക്കര കൊണ്ടുവരാമെന്ന് കിട്ടുമാവൻ പറഞ്ഞു. ഒന്ന് നിർത്തിയിട്ട് കിട്ടുമാവൻ തുടർന്നു. കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലേ, കഞ്ഞിക്ക് സൈഡ് ഡിഷായിട്ട് സൈഡിൽ എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് കിട്ടുമാവൻ പറയുകയാണ്. നമ്മൾ എന്താണ് ചോറിന് സൈഡ് ഡിഷായിട്ട് കൂട്ടുക? അച്ചാറല്ലേ. കിട്ടുമാവൻ അത് തന്നെ പറഞ്ഞു. എന്താണ്? നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും അല്ല, ഉപ്പിലിട്ട നാരങ്ങയോ മാങ്ങയോ അച്ചാറോ എന്തെങ്കിലും ഒന്ന് സൈഡായിട്ട് സാരം സൈഡ് ഡിഷ് വേണമെന്ന് ആര് പറയാണ്? കിട്ടുമാവൻ പറയുകയാണ്. ഇന്ന് കുറച്ച് അവലും വാങ്ങണം അല്ലേ, ഇന്ന് കുറച്ച് അവലും വാങ്ങണമെന്ന് കിട്ടുമാവൻ പറയുന്നു. കാരണം അവൽ നനച്ച് നാ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ അവൽ നനച്ച് നിന്നിട്ടുണ്ടോ? നല്ല സോഫ്റ്റായാലും അവലിങ്ങനെ അല്ല നനച്ച് തേങ്ങയും വെല്ലവും പിന്നെന്താണ് പഞ്ചസാരക്ക് ഇട്ട് കുഴച്ചടിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്സ് അല്ലേ. അതേപോലെ കിട്ടുമാവൻ പറയാണ് ഇന്ന് എന്ത് വാങ്ങാം? കുറച്ച് അവലും വാങ്ങണമെന്ന് കിട്ടുമാവൻ പറയുന്നു. അവൽ നനച്ചത് കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി പൊടി പഠിച്ചു അല്ലേ. എന്ത് മനുഷ്യന് ഇയാള്, എന്തൊട്ട് മനുഷ്യന് ഇയാളല്ലേ. എന്താ ചെയ്യുന്ന ഇയാള്? കഞ്ഞിക്ക് അവില്. ഇപ്പൊ ഒരു ഭക്ഷണ ബന്ധമൊന്നും ഇയാൾക്ക് വേണമെന്നില്ല. കഞ്ഞി ഒരു ഭാഗത്ത്, പുളിച്ച മോര് കൊണ്ട് എന്താണ് ചമ്മന്തി ഒരു ഭാഗത്ത്, പിന്നെന്താണ് അവില് മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെയാണ് ഇയാൾ ഇഷ്ടമെന്ന് പറയുന്നത് അല്ലേ. നല്ല നനച്ച അവലും കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി ഒരു പിടിപിടിക്കാമെന്ന് ഇയാൾ പറയണ കിട്ടുമാവൻ പറയാണ്. ആകട്ടെ ഇന്നത്തെ കാര്യം ഇങ്ങനെ അങ്ങ് പോകട്ടെ അല്ലേ, ഇന്നത്തെ കാര്യം ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് കിട്ടുമാവൻ പറയുന്നു. പുതിയ പൊറുതിയല്ലേ, എന്തെല്ലാം ഒരുങ്ങാനിരിക്കുന്നു അല്ലേ. പുതിയ പൊറുതിയ അങ്ങനെ എന്തെല്ലാം ഒരുങ്ങാനിരിക്കുന്നു, ഇന്നത്തെ കാലം അങ്ങ് പോകട്ടെ എന്ന് കിട്ടുമാവൻ പറയാണ്. കഞ്ഞി കൂടി കഴിഞ്ഞ് കപ്പയ്ക്ക് വാരം വെട്ടി 12 മണി വരെ. കഞ്ഞി കൂടി കഴിഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്തു? കപ്പയ്ക്ക് വാരം, കപ്പയ്ക്ക് തടമെടുത്തു. ഇപ്പൊ കിട്ടുമാവൻ ചെറിയ പുള്ളി എന്നല്ല, എന്താണ്? അധ്വാനിയാണ്. കിട്ടുമാവൻ മടിയനാണോ? അല്ല, മടിയനായ കഥാപാത്രമല്ല കിട്ടുമാവൻ, മറിച്ച് എന്താണ് മക്കളെ? അധ്വാനിയായ കഥാപാത്രമാണ് കിട്ടുമാമൻ അല്ലേ. കിട്ടുമാവൻ പറയാണ് എന്തേ? കഞ്ഞി കൂടി കഴിഞ്ഞു. രാവിലെ എണീച്ച് പ്രഭാത ഭക്ഷണം എന്താണ്? കഞ്ഞി, പിന്നെ ചെറുപയർ പുഴുക്ക്, ഉരുളക്കിഴങ്ങ് തോരനുണ്ട്, പിന്നെ മക്കളെ ചമ്മന്തി ഉണ്ട്. ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഞ്ഞി കുടിച്ച് നേരെ എടുത്തേക്ക് പോയി വാഴയ്ക്ക് അല്ല കപ്പയ്ക്ക് വാരം വെട്ടാൻ തടമെടുക്കാൻ പോയി. 12 മണി വരെ ഒരു നിമിഷ നേരത്തെ ഇളവില്ല. 2 ആളിൻ്റെ ജോലി ചെയ്ത് കാണും അല്ലെ, 2 ആളിൻ്റെ ജോലി ചെയ്തു. മക്കളെ, കിട്ടുമാവൻ്റെ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റാണെന്ന് ഭക്ഷണത്തിൻ്റെ ആർത്തി. അതേപോലെ അധ്വാനിയാണ്. 2 ആളിൻ്റെ പണി ഒറ്റയ്ക്ക് ചെയ്യുകയാണ് ഇവിടെ ആര്? നമ്മുടെ കിട്ടുമാവൻ. ഉച്ചയ്ക്ക് കുളിച്ച് ഭസ്മവും ചന്ദനവും തൊട്ട് ഒരു നെടുന്തൂശൻ ഇലയിലായിരുന്നു ഊണ് അല്ലേ. ഉച്ചയ്ക്ക് നമ്മൾ കൈദി സിനിമ ഉണ്ടല്ലേ, കൈദി സിനിമയിൽ കാർത്തിക് ബിരിയാണി കഴിക്കുന്ന രംഗൂലടാ. എന്താണ് ആ തൂക്കുപാത്രത്തിൽ ബിരിയാണി എടുത്ത് ആ ഒരു പാത്രത്തിൽ വലിയ മൂടിയിലിട്ടിട്ട് ടുട്ടൂരു ഇങ്ങനെ ബിരിയാണി കുഴച്ചില്ല. ഇങ്ങനെ തോന്നുന്ന സീനില്ലേ, അതേപോലെ നമ്മുടെ കിട്ടുമാവൻ എന്താണ് ഉച്ചയ്ക്ക് കുളിച്ച് ആ ഭസ്മൊക്കെ ഇങ്ങനെ തൊട്ട് എടുത്തേക്ക് വരികയാണ്. നല്ല നെടും തൂശൻ ഇലയിൽ, വലിയ ഇലയിൽ വീണ്ടും ചോറ് കഴിക്കുകയാണ്. രാവിലെ കഞ്ഞി കുടിച്ച് പറമ്പിൽ പണിയെടുക്കാൻ പോയി, തിരിച്ച് കപ്പയ്ക്ക് വാരം കൂട്ടി തിരിച്ച് വന്ന് കുളിച്ച് ഭസ്മവും കുറിയൊക്കെ ഇട്ട് വലിയ നെടും തൂശൻ ഇലയിൽ, വലിയ ഇലയിൽ എന്ത് കഴിക്കാൻ പോവുകയാണ്? ഊണ് കഴിക്കാൻ പോവുകയാണ്. വീണ്ടും തീറ്റ. കഞ്ഞിക്കു ശേഷം പറഞ്ഞു കൊടുത്ത എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്കൂണിനും ഉണ്ടായിരുന്നു. സുഭിക്ഷമായി ഉണ്ടു അല്ലേ. രാവിലെ പറഞ്ഞു കൊടുത്ത എല്ലാ വിഭവം, എല്ലാ ഭക്ഷണങ്ങളും എവിടെ ഉണ്ടായിരുന്നു? ആ ഊണിനുണ്ടായിരുന്നു. അദ്ദേഹം അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് എന്ത് ചെയ്ത് ഭക്ഷണം കഴിച്ചു എന്താ പറയണേ. അച്ഛൻ്റെ ഊണ് കഴിഞ്ഞപ്പോൾ കലത്തിൽ ഒരു വറ്റില്ല അല്ലേ. ചെറിയ കുട്ടി നോക്കിയാണ്. അച്ഛന് കിട്ടുമാവൻ ഭക്ഷണം കഴിച്ച ശേഷം അരിക്കലത്തിൽ എന്തില്ല? ചോറ് കലത്തിൽ എന്തില്ല? ഒറ്റ വറ്റില്ല, ചോറില്ല. എല്ലാം ആര് തിന്നു തീർത്തു? കിട്ടുമാവൻ എല്ലാ ഭക്ഷണവും തിന്നു തീർത്തു എന്നാ പറയണേ. മൂത്ത ചെറുക്കൻ വഴക്കുണ്ടാക്കി അല്ലേ. എനിക്കൊന്നും പറ്റിട്ടില്ലല്ലോ, എല്ലാം അച്ഛൻ തിന്ന് എനിക്കൊന്നുമില്ല എന്നാര് വഴക്ക് പറഞ്ഞു? കിട്ടുമാവൻ്റെ മകൻ വഴക്ക് പറയാണ്. എല്ലാ അച്ഛൻ തിന്നില്ലേ,
എനിക്കൊന്നും കിട്ടിയിട്ടാ, അച്ഛനെല്ലാം തിന്ന് തീർത്ത് എന്ന് കിട്ടുമാവൻ്റെ മൂത്ത മകൻ പറയാണ്. അപ്പം അത്രത്തോളം തൻ്റെ മക്കളെയോ ഭാര്യയെയോ നോക്കാതെ സുഭിക്ഷമായി തൻ്റെ വയറിലേക്കെല്ലാം എത്തണമെന്ന അത്യാഗ്രഹത്തോടുകൂടി ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന സ്വാർത്ഥനായ കഥാപാത്രമായി നമുക്ക് ആരെ കാണാം മക്കളെ? കിട്ടുമാവനെ കാണാം. മൂത്ത ചെറുക്കൻ വഴക്കുണ്ടാക്കി. എനിക്ക് വിശക്കുന്നേ അല്ലേ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് മൂത്ത മകൻ നിലവിളിച്ചു. നെഞ്ചത്തലച്ചു നിലവിളിച്ചു അല്ലേ, എനിക്ക് വിശക്കുന്നേ, എനിക്ക് ഫുഡ് വേണേ, ഭക്ഷണം വേണേ എന്ന് പറഞ്ഞ് മൂത്ത മകൻ കരയാണ്. ഒരു തുള്ളി പറ്റുപോലും ഇല്ല. അരിക്കലത്തിലെല്ലാം കിട്ടുമാവൻ തിന്നു തീർത്തു. വിശപ്പിനേക്കാൾ കൊതിയായിരുന്നു അല്ലേ മകന്? വിശപ്പല്ല, കൊതിയായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന സുഭിക്ഷമായ നല്ല ഭക്ഷണം കഴിക്കാൻ കാത്തിരുന്ന മകന് ഒരിറ്റ് ഫുഡ് പോലും കിട്ടിയില്ല. എല്ലാം ആ കിട്ടുമാവൻ കഴിച്ച് തീർത്തു. ആ കൊതിയുടെ കരച്ചിലായിരുന്നു, സങ്കടമായിരുന്നു, നിരാശയായിരുന്നു കിട്ടുമാവൻ്റെ മകൻ്റെ കരച്ചിലിന് പിറകിലെ രഹസ്യം. വറക്കുന്നതിൻ്റെയും കരിക്കുന്നതിൻ്റെയും മണം എത്ര നേരമാണ് അവൻ കേട്ടുകൊണ്ട് നിന്ന്. നല്ല വറുത്ത പൊരിച്ചുമീനൊക്കെ കൂട്ടിയിട്ടാണ് കിട്ടുമാവൻ ഫുഡ് കഴിച്ച്. അതൊക്കെ പൊരിക്കുന്നത് കണ്ടു നിന്ന മകന് ഒരു തുള്ളി മീൻ പോലും കിട്ടിയില്ല, ഒരു കഷ്ണം മീൻ പോലും കിട്ടിയില്ല. ആ സങ്കടം കിട്ടുമാവൻ്റെ മകനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടിയമ്മ ഒരുമാതിരി കണ്ട് അരിയിട്ടു. കുട്ടിയമ്മ വീണ്ടും അരിയിട്ടു. അച്ഛന് മാത്രം വിളമ്പിയപ്പോൾ തീർന്നു പോയി അല്ലേ. കുട്ടിയമ്മ ഒരു ഗസ്സിൽ ഒരു ഊഹത്തിൽ അരിയിട്ടതാണ്, മൂന്നാൾക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടുമാവൻ ഒറ്റയ്ക്ക് ആ ഫുഡ് മുഴുവൻ കഴിച്ചു തീർത്തു എന്നാണ് സാരം. ഭാര്യയും മക്കളും കിട്ടുമാവനും കഴിക്കേണ്ട ഫുഡാണ് ഒറ്റയ്ക്ക് ആര് തിന്നു തീർത്തത്? ചോറ് കിട്ടുമാവൻ ഒറ്റയ്ക്ക് തിന്നു തീർത്തത്. അവർ ആദ്യമായാണ് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത്. കുട്ടിയമ്മ രണ്ടാമത് മരിവിച്ചു അല്ലേ. കുട്ടിയമ്മ ആദ്യമായിട്ട് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത്. ബാക്കി എന്താണ്, കൂട്ടുകുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചല്ലേ ഫുഡാക്കി കഴിക്കുക. ഇപ്പോൾ താമസം മാറിയപ്പോൾ കുട്ടിയമ്മ ആദ്യമായിട്ടാണ് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഭർത്താവിൻ്റെ അളവറിയില്ല. അതുകൊണ്ട് കിട്ടുമാവൻ എന്ത് ചെയ്തു? ആ ചോറ് മുഴുവനും കഴിച്ചു എന്നാണ് പറയണേ. കുട്ടിയമ്മ രണ്ടാമതും അരി വെച്ചു. ഒന്നും മയങ്ങുന്നതിന് മുമ്പ് കിട്ടുമാവൻ അത്താഴത്തിനുള്ള നിർദ്ദേശം കൊടുത്തു. ഇപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് ഉറങ്ങാൻ പോവുകയാണ് കിട്ടുമാവൻ. അപ്പോഴേക്കും അത്താഴം, രാത്രി ഭക്ഷണം അല്ലേ, ഡിന്നറിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഭാര്യയ്ക്ക്. എന്താ കൊടുത്തത്? ചേന കൊണ്ട് ഒരു മോളീഷ്യം അല്ലേ, മൊളോഷ്യം. ചേന കൊണ്ടൊരു കറി എന്ന് കിട്ടുമാവൻ പറഞ്ഞു. അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ, മുതിരക്കറി ആകട്ടെ. ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത്, ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അതും കൂടി എടുത്തുവെന്ന് കിട്ടുമാവൻ പറയാണ്. പിന്നെ എന്താണ്? മീൻ വരുന്നെങ്കിൽ വാങ്ങുക. എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ്. ഒരു തോരൻ കൂടെ ആകാം, മതി അല്ലേ. എന്തൊക്കെ വേണ്ടേ? നല്ല ചേന കൊണ്ടൊരു കറി വേണം, മൊളേഷ്യം വേണം. പിന്നെ മുതിര കൊണ്ടൊരു കറി വേണം. പിന്നെന്താണ്? ഉച്ചയ്ക്ക് കഴിച്ച ചോറും കറിയും ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോ. മീൻ വരികയാണ്, വാങ്ങണം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പണിയാണെന്ന് എനിക്കറിയാം, എന്നാലും നീ എന്ത് ചെയ്യണം? ഒരു തോരൻ കൂടി വയ്ക്കണമെന്ന് കിട്ടുമാവൻ ഭാര്യയോട് പറയാണ്. സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുക എന്നതാണ് കിട്ടുമാവൻ്റെ ചിന്ത. എത്ര കഴിച്ചാലും വയറ് നിറയാത്ത കഥാപാത്രമായി ഇവിടെ ആര് മാറുന്നു മക്കളെ? നമ്മുടെ കിട്ടുമാവൻ മാറുന്നു എന്ന് കാണാൻ സാധിക്കും. 4 മണിക്ക് വടക്കേ വീട്ടിലോട്ട് കിട്ടുമാവൻ നടന്നു കയറി. അവിടുത്തെ കാരണം ചോദിച്ചു. അപ്പം 4 മണിയാകുമ്പോൾ, 4 മണിക്ക് നമ്മൾ നടക്കാൻ ഇറങ്ങുമല്ലോ, സവാരിക്ക് ഇറങ്ങും നമ്മൾ 4 മണിയാകുമ്പോൾ അല്ലേ. അപ്പം 4 മണിക്ക് വടക്കേ വീട്ടിലോട്ട് കിട്ടുമാവൻ നടന്നു കയറി. അവിടുത്തെ കാരണവർ, അത് വയസ്സായ ഒരാൾ ചോദിച്ചു ഇയാളോട്, എന്തൊക്കെയാണ് കിട്ടുപിള്ളേ? എന്താണ്? ഒന്നുമില്ല, പുതിയ പൊറുതി അല്ലേ. പുതിയ ആളെ കിട്ടുമാവനെ കണ്ടപ്പോൾ കാരണം ഒരു വയസ്സായ ആൾക്കാർ ചോദിക്കുകയാണ് വൈകുന്നേരം, എന്താണ് കിട്ടുപിള്ളേ, പുതിയ പൊറുതിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു അല്ലേ. അപ്പം കിട്ടുമാവൻ പറയാണ്, പലതും അടുക്കാനിരിക്കുന്നു, എന്നാലും ഒരു സുഖം തോന്നുന്നു. കുടുംബത്തെ പുളിങ്കറിയും പിണ്ടിത്തോരനും തിന്നുമടുത്തു അല്ലേ. പുളിങ്കറിയും പിണ്ടിത്തോരനും. ഇപ്പം എങ്ങനെയാണ് താമസമെന്ന് കാരണവർ ചോദിച്ചപ്പോൾ കിട്ടുമാവൻ പറയാണ്, പുതിയ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഇതാണോ മറുപടി? നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് തറവാടിൽ നിന്നും ഇദ്ദേഹം ഇറങ്ങി സ്വസ്ഥമായി ഭാര്യയും മക്കളുമായിട്ട് താമസിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുടുംബത്തിന് മാറി താമസിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു കഥാപാത്രമാണ് കിട്ടുമാവൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇതൊരു നർമ്മമാണ് മക്കളെ, നർമ്മം. അത് തമാശ രീതിയിലാണ്. ഇങ്ങനത്തെ മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിലുണ്ട്. എത്ര കൊടുത്താലും വയറെന്നറിയാത്ത ഒരുപാട് മനുഷ്യന്മാരില്ല കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതൊരു കഥാപാത്രമാണ് കിട്ടുമാവൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇപ്പോൾ കുടുംബത്തെ പുളിങ്കറിയും പിണ്ടിത്തോരനും തിന്നും അടുത്തു. ഏത് കുടുംബം? മുമ്പ് താമസിച്ച കൂട്ടുകുടുംബം. വിശക്കുമ്പോൾ പുറപ്പറമ്പുകളിലെ കരിക്കായിരുന്നു ശരണം. കിട്ടുമാവൻ തറവാട്ടിൽ താമസിക്കുമ്പോൾ അവിടെ പുളിങ്കറി മാത്രമേ ഉണ്ടായിട്ടു, പിണ്ടിത്തോരനും. പിന്നെ അവിടുന്ന് വിശക്കുമ്പോൾ ആരും ചോറ് തരില്ല. പിന്നെ പറമ്പിൽ പോയിട്ട് കരിക്ക് വെട്ടി കുടിക്കുമായിരുന്നു. ഇപ്പോഴതൊന്നുമില്ല. സ്വസ്ഥമായിട്ട് സ്വന്തം വീട്ടിൽ ഒരുപാട് ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ് ഞാനെന്നാണ് കിട്ടുമാവൻ ആരോട് പറയുന്നത്? ഈ വഴിയിൽ കണ്ട കാരണവരോട് പറയുന്നത്. കാരണവർ പറഞ്ഞു, അതല്ലേ പ്രത്യേകം താമസിച്ചാലത്തെ സുഖമല്ലേ, സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൂടെ, ഭക്ഷണം കഴിച്ചുകൂടെ, സ്വന്തമായി താമസിക്കുമ്പോൾ, അതല്ലേ അതിൻ്റെ സുഖമെന്ന് കാരണവരും ആരോട് പറഞ്ഞു? നമ്മുടെ കിട്ടുമാവനോട് പറഞ്ഞു. അതെ, ഇന്ന് തന്നെ ഊണിന് സാമ്പാർ,
പുളിശ്ശേരി, അവിയൽ, നല്ല മൊരിച്ച മെഴുക്ക് പുരട്ടി, ഒരു കിച്ചടി, മാങ്ങാക്കറി, പപ്പടകം, 4 കഷ്ണം ഉപ്പേരി, ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നു. പരിപ്പ് തരപ്പെട്ടില്ല. സുഖം അല്ലേ? കിട്ടുമാവൻ എന്താ പറയുന്നേ? പുതിയ താമസം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ കിട്ടുമാവൻ പറയുകയാണ് നല്ല ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന്. ഉച്ചക്ക് എന്തൊക്കെ ഉണ്ടായിന്നാ പറയണേ? ഊണിന് സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, നല്ല മൊരിച്ച മെഴുക്ക് പുരട്ടി, ഒരു കിച്ചടി, മാങ്ങാക്കറി, പപ്പടകം, 4 കഷ്ണം ഉപ്പേരി, പരിപ്പ് കറി ഉണ്ടായില്ല. അത് കുഴപ്പമില്ല. ഇത്രയും ഐറ്റംസ് കൂട്ടിയിട്ടാണ് അല്ലേ ഒരാഴ്ച വീട്ടിൽ വെക്കേണ്ട ഭക്ഷണമാണ് ഒരു ദിവസം ഒരു നേരം ആര് കഴിക്കുന്നേ? നമ്മുടെ കിട്ടുമാവൻ കഴിക്കുന്നത്. അത്രമാത്രം ഭക്ഷണത്തോടുള്ള ആർത്തിയുള്ള കഥാപാത്രമായി ആര് മാറുകയാണ് മക്കളെ? നമ്മുടെ കിട്ടുമാവൻ മാറുകയാണ്. കിട്ടുമാവൻ ഉച്ചത്തിലുള്ള ആ പൊട്ടിച്ചൊരു ചിരിച്ചു അല്ലേ? ഇന്ന് ആര് ചിരിച്ചു മക്കളെ? കിട്ടുമാവൻ ചിരിച്ചു. എനിക്ക് എന്തൊക്കെയോ കഴിക്കാനുണ്ട് എന്ന സ്വസ്ഥമായ സ്വാർത്ഥമോഹത്തിൽ കിട്ടുമാവൻ ചിരിക്കുകയാണ്. ഇനിയും വാഴയ്ക്കുമൊക്കെ കുറേ വെള്ളം കോരണം, മേല് കഴുകണം. ഇനിയും വാഴയ്ക്ക് ഒരുപാട് വെള്ളം കോരാനുണ്ട്, മേല് കഴുകാനുണ്ട്. ആര് പറയുകയാണ്? കിട്ടുമാവൻ പറയുകയാണ്. ഉണ്ണണം, രാമായണം വായിക്കണം, ഉറങ്ങണം. സുഖമല്ലേ? ഉണ്ണണം, രാമായണം വായിക്കണം, ഉറങ്ങണം. അതുമാത്രമേ കിട്ടുമാവനുള്ളൂ. ഉണ്ണണം, ഉറങ്ങണം, ഉണ്ണണം, ഉറങ്ങണം. അതാണ് ആരുടെ ചിന്ത? കിട്ടുമാവൻ്റെ ചിന്ത. നിങ്ങൾ സാൾട്ട് ആൻഡ് പേപ്പർ സിനിമ ഉണ്ടല്ലോ മലയാളത്തിൽ, ആസിഫ് അലിയും ലാലൊക്കെ അഭിനയിച്ച് ചെമ്പാവിൻ പുന്നല്ലിൻ ചോറോ നല്ല ചെമ്മാവിൻ പുന്നല്ലി തുമ്പപ്പൂച്ചിരിയോ ഓ തക തിന്തത്താനാ തിന്തത്താനാ തിന്തത്തിന്തിന്തോ തക തിന്തത്താനാ തിന്തത്താനാ തിന്തത്തിന്തിന്തോ. ഈ പാട്ടില്ല സിനിമ കണ്ടിരുന്നു നിങ്ങളെ അല്ലേ? ഈ വേറൊരു പാട്ട് ഞാൻ പറഞ്ഞുതരാം. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഈ സിനിമ പാട്ടൊക്കെ എന്താണ്? ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പാട്ടാണ്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ഇത്തരം സിനിമാ പാട്ടുകൾ വന്നിട്ട് ഇതിലെന്താണ് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സിനിമാ പാട്ടുകൾ കൂടി എഴുതാൻ ചോദ്യം വരാം. ചോദ്യത്തിൻ്റെ രീതിയൊക്കെ മാറി. ഇത്തരത്തിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പാട്ടൊക്കെ എൻ്റെ മക്കൾ പഠിച്ചു പോകണം കേട്ടോ. കിട്ടുമാവൻ ഉച്ചത്തിലുള്ള ആ പൊട്ടിച്ചിരി ഒന്ന് ചിരിച്ചു. ഇനിയും വാഴയ്ക്കും ഒക്കെ കുറം വെള്ളം കോരണം, മേല് കഴുകണം, ഉണ്ണണം, രാമായണം വായിക്കണം, ഉറങ്ങണം. സുഖം. കിട്ടുമാവൻ പറയാണ്. ഭാഗം പിരിഞ്ഞപ്പോൾ 30 പറക്കണ്ടവും 1-2 മുറി പുരയിടവും കിട്ടുമാവനുണ്ട്. കണ്ടത്തിലെ ഉഴവ് ജോലി, കണ്ടം വെച്ചാൽ എന്താണ്? വയൽ. കണ്ടത്തിലെ ഉഴവ് ജോലി നീക്കി ബാക്കി ജോലിയെല്ലാം കിട്ടുമാവൻ ചെയ്യും. പറമ്പ് കിളയ്ക്കുക, തടമെടുക്കുക എല്ലാം കിട്ടുമാവൻ തന്നെ. അപ്പം കിട്ടുമാവൻ നല്ലൊരു അധ്വാനിയാണ്. വീട് ഭാഗം വെച്ചപ്പോൾ കിട്ടിയ സ്വത്തുക്കളായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. കൂടാതെ എന്താണ്? പറമ്പ് കിളക്കും, തടമെടുക്കും അല്ലേ? ചെടികൾക്ക് തടമെടുക്കുവാനും കിട്ടുമാവൻ. അപ്പം പറമ്പ് കിളക്കുക, ചെടിക്ക് തടമെടുക്കുക, ഇതൊക്കെ ആരുടെ ജോലിയാണ്? കിട്ടുമാവൻ ചെയ്യുന്ന അധ്വാനിയായ ജോലിയാണ്. എല്ലാം കിട്ടുമാവൻ തന്നെ. കപ്പ, കാച്ചിൽ മുതലായവ നടുതല നട്ടു വളർത്താൻ ബഹുവാസനയാണ്. അപ്പോൾ കപ്പയും കാച്ചിലൊക്കെ ആരെ നട്ടു വളർത്തും? നമ്മുടെ കിട്ടുമാവൻ നട്ടു വളർത്തുമെന്ന് പറയുന്നു. മൺപുരി ആണെങ്കിലും വീടും പരിസരവും കിടക്കുന്നത് നല്ല വൃത്തിയാണ്. മണ്ണ് കൊണ്ടുള്ള വീടാണ്, പക്ഷേ വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് ആര് സൂക്ഷിക്കുന്നുണ്ട്? കിട്ടുമാവൻ സൂക്ഷിക്കുന്നുണ്ട്. ഒരു ചവറോ കരടോ എങ്ങും കാണുകയില്ല. അപ്പം നല്ലൊരു അധ്വാനിയാണ്. വീടും പറമ്പ് വൃത്തിയായി നോക്കുന്ന വ്യക്തിയാണ് കിട്ടുമാവൻ. പക്ഷെ ഒറ്റ പ്രശ്നമില്ല, ഒരുപാട് ഭക്ഷണം കഴിക്കും. തൻ്റെ കൂടെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ചു എന്ന ചിന്ത ആർക്കില്ല? കിട്ടുമാവനില്ല. ഒരു സ്വാർത്ഥത നിറഞ്ഞ കഥാപാത്രമായി ആര് മാറുന്നു മക്കൾ? നമ്മുടെ കിട്ടുമാവൻ മാറുന്നു എന്ന് പറയുന്നു. പക്ഷേ എന്തു വേണ്ടി? ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ചു തീർത്തു. പക്ഷേ എന്താണ്? ഒരു മുറി പുരയിടം, തനിക്ക് സ്വത്ത് ഭാഗം വിറ്റ് കിട്ടിയ പൈസയിൽ ഒരു മുറി പുരയിടം അദ്ദേഹം വിറ്റ് തീർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പൈസക്ക് എന്ത് ചെയ്തു മക്കളെ? ഫുഡ് കഴിച്ചു, ഭക്ഷണം കഴിച്ചു. തൻ്റെ സ്വത്ത് പോലും വിറ്റ് ഭക്ഷണം കഴിക്കുന്ന ആർത്തിയുള്ള കഥാപാത്രമായി ആര് മാറുകയാണ് മക്കളെ? നമ്മുടെ കിട്ടുമാവൻ മാറുകയാണ്. നല്ല ആദായം കിട്ടുന്നുണ്ട്, മതിയാകുന്നില്ല. നിലം 4 പേർക്കായി വിറ്റു. 4 പേർക്കായിട്ട് നിലം വിറ്റ് ആ പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് കിട്ടുമാവൻ. താമസിക്കുന്ന പുരയിടവും വിറ്റു. ആ താമസിക്കുന്ന വീടും ആര് വിറ്റു മക്കളെ? നമ്മുടെ കിട്ടുമാവൻ വിറ്റു എന്നാ പറയണേ. കുറച്ച് പണം കയ്യിലുണ്ട്. അപ്പം ആരുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്? നമ്മുടെ കിട്ടുമാവൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് എന്നാ പറയണേ. കുട്ടിച്ചേച്ചിക്ക് വീതം കിട്ടിയ ഒരു പുരയിടവുമുണ്ട്. അരയ്ക്കാനുള്ള തേങ്ങ അവിടെ നിന്ന് കിട്ടും. അവിടെ ഒരു മൺപുര വെച്ചു. ഇപ്പോൾ കുട്ടിച്ചേച്ചിക്ക് ഭാര്യയ്ക്ക് എന്തുണ്ട്? തറവാടിൽ നിന്ന് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്ത് വെച്ചു? വീട് വെച്ചു. അങ്ങനെ ഭാര്യയുടെ സ്വത്തിൽ നിന്നും വീട് വെച്ച് തൻ്റെ പറമ്പൊക്കെ വിറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു സ്വാർത്ഥതയുള്ള ജീവിതത്തിൽ ലക്ഷ്യബോധവും ഇല്ലാത്ത കഥാപാത്രമായി ആര് മാറുകയാണ്? നമ്മുടെ കിട്ടുമാവൻ മാറുകയാണ്. തോടിൻ്റെ മുക്കിന് ഒരു കാപ്പിക്കട നടത്തുക, വള്ളക്കാരുടെ കച്ചവടം കിട്ടും, പിന്നെ നാട്ടുകാരുടെയും ഒഴിഞ്ഞ ഒരു കടയുണ്ട്. ഇനി കിട്ടുമാവൻ 2 കച്ചവടം ചെയ്തു.
രണ്ട് കച്ചവടം ചെയ്തു, പക്ഷെ അത് രണ്ടും പരാജയപ്പെടുകയാണ്. എന്താണ്? ആദ്യത്തെ ഒരു ചായക്കട, അതെങ്ങനെ പരാജയപ്പെട്ടെ? അദ്ദേഹം ഉണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളും അയാൾ തന്നെ സ്വന്തം കഴിച്ച് തീർക്കും. കടയിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആർക്കും ഒരു പലഹാരം കൊടുക്കില്ല. അങ്ങനെ ആ കച്ചവടം പൂട്ടി. പിന്നെ എന്താണ്? വഞ്ചിയിൽ, വള്ളത്തിൽ, തോണിയിൽ കപ്പ വിൽക്കാൻ പോയി. ആ കപ്പ വിൽക്കുന്നിടയിൽ ഇദ്ദേഹം തോണിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കപ്പ ചൂടാക്കി കഴിക്കും. അങ്ങനെ കപ്പയും മുഴുവൻ തീർന്നു. ഇത്തരത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് കച്ചവടം അദ്ദേഹം ചെയ്ത് അത് രണ്ടും പൂട്ടിപ്പോയി. അത്തരത്തിൽ കച്ചവടം പോലും ചെയ്യാൻ അറിയാത്ത കഥാപാത്രമായി ആര് മാറുകയാണ്? കിട്ടുമാവൻ മാറുകയാണ്. രണ്ടിടം കഴി അരിയിട്ടു, അതിന് വേണ്ട ഉഴുന്നും കിട്ടുമാവൻ തന്നെയാണ് അരിയാട്ടിയത്, അല്ലെ? അദ്ദേഹം ചായക്കട തുടങ്ങിയ ഒരു കഥയാണ് പറയുന്നത്. നല്ല ചമ്മന്തിയും മുളകും അരച്ചതും ഉണ്ടാക്കി. ചായയും ഒന്നും വേണ്ട, നല്ല മധുരത്തിൽ കരുപ്പട്ടി കാപ്പി മതി. രാവിലെ കുറേ പേർ വന്നു, ദോശ തിന്നു, കാപ്പി കുടിച്ചു, എല്ലാവർക്കും തൃപ്തിയായി. ഒരുപാട് പേര് കിട്ടുമാവൻ്റെ ദോശക്കടയിലേക്ക് വന്ന് ദോശ കഴിക്കാൻ തുടങ്ങിയാണ്. പക്ഷേ പിന്നെ ആർക്കും ദോശ കിട്ടണ്ട. അതൊക്കെ ആര് കഴിച്ചു തീർത്തു? കിട്ടുമാവൻ കഴിച്ചു തീർത്തു. ആ കച്ചവടം പൂട്ടിപ്പോയി എന്നാണ് പറയണേ. പിന്നീടും ചുട്ട ദോശ ഇരിക്കുന്നു. എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും? കിട്ടുമാവൻ പറയുകയാണ്, എങ്ങനെയാണ് ദോശ കണ്ടുകൊണ്ടിരിക്കുക? കിട്ടുമാവൻ രാവിലെ 6 ദോശ കഴിച്ചതാണ്. 2 ദോശ എടുത്ത് വീണ്ടും തിന്നു ഹോട്ടലിൽ നിന്ന്. പിന്നെ ഒന്നും കൂടിയും കഴിച്ചു. കളത്തിൽ പത്മനാഭൻ വന്നു, അവർ 2 ദോശ കൊടുത്തു. ഒരു നാട്ടുകാരൻ വന്നു, അയാൾക്ക് 2 ദോശ കൊടുത്തു. അപ്പോഴും ഒരു ദോശ കൂടി കിട്ടുമാവൻ എടുത്തു. വീണ്ടും ഒരു ദോശ കിട്ടുമാവൻ എടുത്ത് തിന്നാണ്. കിട്ടുമാവൻ കാപ്പി കുടിച്ചില്ലേ? കുടിച്ചു. ആഹാരം കഴിക്കാതിരിക്കാൻ ഒക്കുമോ? അല്ലേ? ഒരാൾ ചോദിച്ചു, കിട്ടുമാവൻ കാപ്പി കുടിച്ചിട്ടല്ല വന്നേ, ഇത് കച്ചവടമല്ലേ? അപ്പോൾ കിട്ടുമാവൻ പറയാൻ, കച്ചവടമൊക്കെ തന്നെയാണ്, പക്ഷേ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അങ്ങനെ കച്ചവടം ചായക്കട പൂട്ടിപ്പോയി, ലാഭമില്ലാതെ. ഉഴപ്പൊളിയിൽ നിന്ന് ഉഴക്കാർ വന്നു. കിട്ടുമാവൻ്റെ കടയിൽ ദോശയില്ല, കരുപ്പട്ടി കാപ്പിയുമില്ല. എല്ലാവരും ആര് കുടിച്ചു തീർത്തു? ആര് തിന്നു തീർത്തു? നമ്മുടെ കിട്ടുമാവൻ തന്നെ അതൊക്കെ തീർത്തു എന്നാണ് പറയണേ. കിട്ടുമാവനെ പിന്നെ കാണുന്നത് വള്ളത്തിൽ കപ്പ വിറ്റു നടക്കുന്ന കപ്പ കച്ചവടക്കാരനായാണ്. പിന്നെ കിട്ടുമാവൻ ആരാ കാണുന്നത്? കപ്പ വിൽക്കുന്ന ആരായിട്ട് കാണുന്നു. കിഴക്ക് നിന്നും കപ്പ കൊണ്ടുവന്ന് കുടിയിടയിൽ വിൽക്കുക. കിഴക്ക് നിന്നും കപ്പ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അതൊക്കെ അദ്ദേഹം തന്നെ തോണിയിൽ വെച്ച് ചൂടാക്കി വേവിച്ച് കഴിച്ചു എന്ന് പറയുന്നു. ആ കച്ചവടം പൂട്ടി. കപ്പയും തിന്നാൻ കൊള്ളാവുന്ന സാധനമാണ്. വള്ളത്തിൽ തന്നെ കലവും അടുപ്പും വിറകും ഉണ്ടായിരുന്നു. ആ വള്ളത്തിൽ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തു? കപ്പ ചൂടാക്കി കഴിച്ചു എന്നാ പറയണേ. കിട്ടുമാവൻ്റെ ചിത്രം കണ്ട മക്കളെ, ആ വയറൊക്കെ നിറഞ്ഞ് പോകുന്ന കിട്ടുമാവൻ ഒരു 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 ഹാസ്യ കഥാപാത്രമായി മാറുകയാണ്. എത്ര നാലും എന്താ മക്കളെ പറയാ? ഹാസ്യ കഥാപാത്രം, അതായത് തമാശ കലർന്ന കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ കിട്ടുമാവൻ മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? 2 ആളിൻ്റെ ജോലി ചെയ്യും. അപ്പോൾ കിട്ടുമാവൻ എന്താ മക്കളെ? 2 ആളിൻ്റെ ജോലി കിട്ടുമാവൻ ഒറ്റയ്ക്ക് ചെയ്യുമെന്നാണ് പറയണേ. ശരിയാണ്. ജോലി ചെയ്യുന്ന ജോലിക്ക് വൃത്തിയുമുണ്ട്. അപ്പോൾ 2 ആളിൻ്റെ ജോലി അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യും. മടിയിലൊന്നുമല്ല, അദ്ദേഹം ജോലി ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ചെയ്ത ജോലിക്ക് നല്ല വൃത്തിയുമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കിട്ടുമാവനെ ജോലിക്ക് നിർത്താൻ വടക്കു വശത്തെ പെണ്ണുങ്ങൾക്ക് വലിയ എതിർപ്പാണ്. എന്നാൽ കിട്ടുമാവനെ ജോലിക്ക് നിർത്താൻ ആ നാട്ടിലെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഭയങ്കര മടിയാണ്. കാരണം എന്താ? നമുക്ക് പൊതുവേ അറിയാം, ഭക്ഷണം വെക്കാൻ കുറച്ച് മടിയാണ് എല്ലാവർക്കും, അല്ലേ? കിട്ടുമാവനെ പണിക്ക് വിളിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ഭക്ഷണം കൊടുക്കണം. ആ വീട്ടിലെ മുഴുവൻ ഭക്ഷണം അത് തിന്നു തീർക്കും. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കണമല്ലോ എന്ന ചിന്തയിൽ ആ നാട്ടിലൊരു പെണ്ണുങ്ങൾ കിട്ടുമാവനെ വീട്ടിലോട്ട് പണിക്ക് വിളിക്കില്ല. കിട്ടുമാവനെ ജോലിക്ക് നിർത്താൻ വടക്കു വശത്തെ പെണ്ണുങ്ങൾക്ക് വലിയ എതിർപ്പാണ്, മടിയാണെന്ന് പറയുന്നു. എങ്ങനെ ആഹാരം കൊടുക്കും? കിട്ടുമാവന് എങ്ങനെ ആഹാരം കൊടുക്കുക? എത്ര അരി വെച്ചാലും കിട്ടുമാവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റും കാണുകയില്ല. എത്ര ഫുഡ് കൊടുത്താലും കിട്ടുമാവൻ എന്താണ്? ആ കലത്തിൽ ഒരു ഭക്ഷണം കാണില്ല, എല്ലാം തിന്നു തീർക്കും. ആര്? കിട്ടുമാവൻ. ജോലിയുണ്ടോ എന്ന് വീട് തോറും കയറി ഇറങ്ങി കിട്ടും അന്വേഷിച്ചു, അല്ലേ? ജോലിയുണ്ടോ 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 എന്ന് കിട്ടുമാവൻ ആ നാട് മുഴുവൻ കയറി അന്വേഷിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം ജോലി കിട്ടുന്നില്ല. കാരണം അദ്ദേഹം എല്ലാ ഫുഡും കഴിച്ചു തീർക്കും. ആർക്കും അദ്ദേഹം ഒരു തരി ചോറ് പോലും കൊടുക്കില്ല. അതുകൊണ്ട് ആരും അദ്ദേഹത്തെ പണിക്ക് വിളിക്കാതെ ആയി. അങ്ങനെ അദ്ദേഹം ജോലിയുണ്ടോ എന്ന് ഉറക്കെ വിളിച്ച് നടക്കാൻ തുടങ്ങി. പട്ടിണിയായി മാറുകയാണല്ലേ? ദുരന്തത്തിലേക്ക് കഥാപാത്രം പോവുകയാണ്. ഭക്ഷണത്തോടുള്ള ആർത്തി കാരണം. വല്ലതും തരണം, കഞ്ഞിവെള്ളമായാലും മതി. ദയനീയമായ ജീവിതാവസ്ഥയിലേക്ക് ആരും മാറി മക്കളെ? കിട്ടുമാവൻ്റെ ജീവിതം മാറി. ഇങ്ങനെ ചോദിച്ചും കിട്ടുമാവൻ നടന്നു. കൊടുക്കാൻ മനസ്സിൽ ഞാനല്ല, വിരോധമുണ്ടായിട്ടുമില്ല. പാവം കൊടുക്കുക, സഹതാപമുണ്ട്. പക്ഷേ എന്താണ്? എത്ര കൊടുത്താലും മതിയരൂല. കിട്ടുമാവൻ ശല്യമായിട്ട് മാറും. പക്ഷേ എങ്ങനെ കൊടുക്കും? ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞിരിക്കും. പിന്നെയും ഇരിക്കും, എഴുന്നേൽക്കുകയില്ല. പോകാൻ പറഞ്ഞാലും പോവുകയില്ല. വയറ് നിറയണം, അതാണ് കണക്ക്. സഹതാപം കൊണ്ട് കിട്ടുമാവന് ഭക്ഷണം കൊടുത്താൽ അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കും. ആ വീട്ടിലെല്ലാ ചോറും അദ്ദേഹം തിന്നു തീർക്കും. അതുകൊണ്ടാണ് ആരും അദ്ദേഹത്തെ പണിക്ക് വിളിക്കാത്തത്. കാരണം എന്താ?
ഭക്ഷണം കൊടുക്കേണ്ടത് ആലോചിച്ചിട്ട്. ഒരുതരം ഭ്രാന്ത് പോലെയാണ് കിട്ടുമാവൻ്റെ സ്വഭാവം, അല്ലേ? ഒരുതരം ഭ്രാന്താണ് കിട്ടുമാവന്. ഭക്ഷണം എന്ന് പറഞ്ഞെന്താണ്? ഒരുതരം ഭ്രാന്ത് പോലെയാണെന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആരും ഒന്നും കൊടുക്കുകയില്ല. കൊടുത്താൽ ആപത്താണ്, എങ്ങും നിന്നും ഒന്നും കിട്ടുകയില്ല. ഭക്ഷണത്തോടുള്ള ആർത്തി കാരണം, അത്യാർത്തി കാരണം ആ നാട്ടിലെ ആരും കിട്ടുമാവനെ പണിക്ക് വിളിക്കാതെയായി. പണിക്ക് വിളിച്ചാൽ എന്ത് കൊടുക്കണം? ചോറ് കൊടുക്കണം. ആ വീട്ടിലെ മുഴുവൻ ചോറും അദ്ദേഹം തിന്നു തീർക്കും. അതുകൊണ്ട് ഒരു പെണ്ണുങ്ങളും ഒരു സ്ത്രീകളും അദ്ദേഹത്തെ പണിക്ക് വിളിക്കാതെയായി. അതൊരു രോഗമാണ്. ചിലർ പറഞ്ഞു കിട്ടുമാവന് ഭക്ഷണത്തോട് ഭ്രാന്തല്ല, അതൊരു രോഗമാണെന്ന് പറഞ്ഞു. അല്ല, പെണ്ണുങ്ങൾ പറഞ്ഞു വയറ്റിൽ പുഴുവാണ്, അല്ലെ? അങ്ങനെ പറയട്ടെ, ഒരുപാട് തിന്നുന്ന ആൾക്കാരോട് പറയും എത്ര നാളും അദ്ദേഹത്തിന് മതി വരില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ വയറ്റിൽ പുഴുവാണ്, കൊക്കപ്പുഴുവാണെന്ന് പറയും, അല്ലെ? കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ആ പുഴു തിന്നു തീർക്കുമെന്ന് പറയും. അതേപോലെ കിട്ടുമാമൻ്റെ വയറ്റിൽ പുഴുവാണ്, അതാണ് എല്ലാ ചോറും തിന്നു തീർക്കണേ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. പെണ്ണുങ്ങൾ, അല്ലെ, പരദൂഷണം പറയാൻ തുടങ്ങി. അത് ചെല്ലുന്നത് തിന്നു തീർക്കും. പിന്നത്തെ രംഗം ദയനീയമായിരുന്നു, അല്ലേ? ഈ ഭക്ഷണത്തോടുള്ള ആർത്തി കാരണം കിട്ടുമാവന് ജോലി കിട്ടാതെയായി, പട്ടണിയിലേക്ക് പോകാൻ തുടങ്ങി. ദയനീയമായ അവസ്ഥയിൽ കിട്ടുമാവൻ്റെ ജീവിതം മാറി. ഒട്ടിയ വയറോടെ വഴി നീളെ എനിക്ക് വിശക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. ഒട്ടിയ വയറുകൊണ്ട് വലിയ വയറുണ്ടായി കിട്ടുമാവൻ, പിന്നീട് എന്തായി? ഒട്ടിയ വയറായി മാറി, മെലിഞ്ഞ വസ്തുവായി മാറി. അദ്ദേഹത്തിന് ഫുഡ് കിട്ടാണ്ടായി. എനിക്ക് വിശക്കുന്നേ, ഭക്ഷണം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുമാവൻ നാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. അത് ഭ്രാന്ത് തന്നെയാണ് എന്ന് ജനങ്ങൾ ധരിച്ചു. കൊച്ചുകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്, അല്ലേ? ഇദ്ദേഹത്തിന് 10-50 വയസ്സായി. ചെറിയ കുട്ടികളെ പറയും എനിക്ക് വിശക്കുന്നു, അല്ലേ, എനിക്ക് വിശക്കുന്നു. മണിച്ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട് ഈ വിശപ്പിനെ കുറിച്ച്. ഉമ്പായി കുച്ചാണ്ട് എൻ്റെ പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയല് കത്തിയാല് എൻ്റെ കൊടല് കത്തണുമാ, പ്രാണം വെടിഞ്ഞപ്പോ ദൈവേ ഓടമ്പഴാക്കണുമാ, അല്ലെ? ഉമ്പായി കുച്ചാണ്ട് പാണം കത്തുന്ന, ഉമ്പായി വെച്ച ഭക്ഷണം കഴിക്കാണ്ട് പ്രാണം കത്തുന്നേ, പ്രാണം പോകുന്നതെന്ന് മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കിട്ടുമാവൻ അയ്യോ ഭക്ഷണം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലൂടെ ദയനീയമായി ഓടി നടക്കാണ്. അതൊരു ഭ്രാന്താണെന്ന് പറയുന്നു. വല്ലവരും വിളിച്ച് മുടിയട്ടെ എന്ന് വിചാരിച്ച് നിറച്ചു കൊടുത്താൽ സമാധാനമായി. പക്ഷേ പിന്നീട് അവിടെ നിന്ന് പോകുകയുമില്ല. സഹതാപം തോന്നി വല്ലവരും അദ്ദേഹത്തിന് ചോറ് കൊടുത്താൽ പിന്നെ അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തോടുള്ള അത്യാർത്തി കാരണം ജീവിതം ദുരന്തത്തിലായ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ കിട്ടുമാവൻ എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിലൂടെ പഠിച്ചത്. കുറേ കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന തകഴി ശിവശങ്കർ പിള്ളയുടെ കൃതിയിൽ നിന്നും എടുത്ത ഒരു കഥയാണ് ഇത് മക്കളെ. കിട്ടുമാവൻ ഭക്ഷണത്തോടുള്ള ആർത്തി കാരണം ഒരു ജന്മം തുലച്ച ജീവിതം ദുരന്തത്തിലായ ഒരു കഥാപാത്രത്തെയാണ് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. ഇപ്പം എന്തുവേണം മക്കളെ? അധികം ഭക്ഷണത്തോട് ആർത്തി പാടില്ല എന്നാണ് ഈ പാഠം തരുന്ന ആശയം, സന്ദേശം. മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, അല്ലേ? മരുന്ന് പോലെ ആഹാരം കഴിക്കില്ലെങ്കിൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. കൃത്യമായ രീതിയിൽ ഡയറ്റൊക്കെ വെച്ച് ഭക്ഷണം കഴിച്ച് ജീവിതം ആസ്വാദ്യകരമായി ഒരുപാട് വർഷം ജീവിക്കുക, എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ജീവിക്കുക എന്നാണ് പറയണേ. ഇപ്പം നമുക്ക് ലൈവിന് ഈ ചാപ്റ്ററായിട്ട് സാറ് വരുന്നുണ്ട് നമ്മളെ ആനുവൽ എക്സാമിന്. പക്ഷേ ഈ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് ഇന്ന് പഠിച്ചു പോകാൻ സെറ്റായിട്ട് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ചേന കൊണ്ട് ഒരു മൊളീഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ, ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത്, പിന്നെ എന്താണ്? മീൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുക. എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ്. ഒരു തോരൻ കൂടെ ആകാം, മതി, അല്ലേ? ഒരു തോരൻ കൂടെ ആകാം, എല്ലാം ഉണ്ടെങ്കിൽ സെറ്റാകും. ചേന കൊണ്ടൊരു മൊളീഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറ്, ഉച്ചയ്ക്കുള്ള കൂട്ടാനെങ്കിൽ അത്, എല്ലാം എനിക്ക് വേണമെന്നാ പറയണേ. കിട്ടുമാവൻ്റെ ഭാഷയാട്ടോ. കിട്ടുമാവൻ്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന സന്ദർഭമാണിത്. കഥയിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തുക. ഈ കഥയിൽ നിന്നും കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. നോക്കാം. ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം. തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം, വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത്, അല്ലേ? വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത്. ഇപ്പം കിട്ടുമാവൻ്റെ ഭക്ഷണത്തോടുള്ള താല്പര്യം എന്താണ് എന്നാണ് ഈ വരികൾ പറയുന്നത്. ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണമെന്ന് കിട്ടുമാവൻ പറയുന്നുണ്ട്. തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം, വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് എന്ന്. പിന്നെ എന്താണ്? ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രമായി കൊള്ളട്ടെ. നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക, മതി. നല്ല പുളിച്ച മോര് കൊണ്ട് ചമ്മന്തി അരയ്ക്കുക എന്നാണ് കിട്ടുമാവൻ പറയുന്നത്. പപ്പടകമുണ്ടല്ലോ, പപ്പടം ഉണ്ടല്ലോ, 5-6 എണ്ണം ചുട്ട് തേങ്ങാപ്പൂളയും ഇട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ. ശർക്കരയില്ലേ? ഇതെല്ലാം കിട്ടുമാവൻ്റെ ഭക്ഷണപ്രിയത്തെ കാണിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇപ്പം കിട്ടുമാവൻ്റെ ഭക്ഷണപ്രിയത്തെ കാണിക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചെൻ്റെ മക്കൾ എഴുതണം കേട്ടോ. കൂടാതെ ആ കാരണവരോട് പറയുന്നില്ലേ, സാമ്പാർ, പുളിശ്ശേരി, കൂട്ടുകറി, ചമ്മന്തി, പിന്നെ എന്താണ് പരിപ്പ് കിട്ടിയില്ല, ഇതൊക്കെ കൂട്ടി ഞാൻ ചോറ് കഴിച്ചു എന്ന് പറയുന്നില്ലേ? വറുത്ത മീനൊക്കെ കൂട്ടി ചോറ് കഴിക്കുന്നില്ലേ?
ഇതൊക്കെ കിട്ടുമാവൻ്റെ ഭക്ഷണത്തിനോടുള്ള സന്ദർഭങ്ങളാണ്. ഇതൊക്കെ ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ. പിന്നീട് ചോദ്യം, ഭക്ഷണത്തോടുള്ള ആർത്തി കിട്ടുമാവൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? കണ്ടെത്തി എഴുതുക. അപ്പോൾ ഭക്ഷണത്തോടുള്ള ആർത്തി കിട്ടുമാവൻ്റെ ജീവിതം എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് ചോദ്യം വരും. ഇപ്പോൾ എഴുതാം, ഏതു കാര്യത്തോടാണെങ്കിലും മനുഷ്യന് അമിതമായ ഭ്രമവും ആർത്തിയും നല്ലതല്ല. അല്ല, എന്ത് കാര്യമായാലും നമുക്ക് അതിനോട് ആർത്തി പാടില്ല. അമിതമായ അമൃതും വിഷം. അമിതമായ ഭ്രമം മനുഷ്യനെ നാശത്തിലെത്തിക്കും എന്നതാണ് കിട്ടുമാവൻ്റെ കഥാപാത്ര പങ്കുവയ്ക്കുന്ന പാഠം. അപ്പം അമിതമായ ഭ്രമം മനുഷ്യനെ എന്തിലേക്ക് എത്തിക്കും മക്കളെ? നാശത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നു. അമിതമായാൽ അമൃതും വിഷം എന്നതുപോലെ കിട്ടുമാവൻ തൻ്റെ സ്വന്തം വയറിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്, അല്ലേ? കിട്ടുമാവന് തൻ്റെ സ്വന്തം വയറിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. മറ്റുള്ള ആരെക്കുറിച്ച് കിട്ടുമാവന് ചിന്തയില്ല. അവരെന്ത് തന്നെ ആയാലും കിട്ടുമാവന് ഒരു പ്രശ്നവുമില്ല. സ്വന്തം വയറ് നിറക്കുക, സ്വാർത്ഥത, ഒരുപാട് തിന്നുക, അതാണ് കിട്ടുമാവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം. ഈ ലക്ഷ്യം, ഈ ഭക്ഷണത്തോടുള്ള ആർത്തിയാണ് അദ്ദേഹത്തെ ജീവിതത്തെ മാറ്റിമറിച്ചത്, ദുരന്തത്തിലേക്ക് മാറ്റിമറിച്ചതെന്ന് പറയുന്നു. പിന്നെന്താ മക്കളെ പറയുന്നത്? എത്ര തിന്നാലും നിറയാത്ത കിട്ടുമാവൻ്റെ വയർ ഒടുവിൽ ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കേണ്ട അവസ്ഥയിലേക്ക് കിട്ടുമാവൻ എത്തിച്ചു, അല്ലേ? ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കേണ്ട അവസ്ഥയിലേക്ക് കിട്ടുമാവനെത്തി. ആർത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിച്ചിരിക്കുന്നു. അതാണ് കിട്ടുമാവൻ എന്ന് പറയുന്ന കഥ നമ്മോട് തരുന്ന ആശയം. ഭക്ഷണത്തോട് അമിതമായ ആർത്തി പുലർത്തിയ കിട്ടുമാവൻ നാശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ഒടുവിൽ ഒന്നുമില്ലായ്മയിലേക്കും എത്തിച്ചേരുന്നതിനോടൊപ്പം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലേക്ക് കിട്ടുമാവൻ മാറി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലേക്ക് ആര് മാറുന്നു മക്കളെ? നമ്മുടെ കിട്ടുമാവൻ മാറുന്നു. അപ്പോൾ ദുരന്തമായ കഥാപാത്രമായി ആര് മാറുകയാണ്? നമ്മുടെ കഥയിൽ കിട്ടുമാവൻ മാറുകയാണെന്ന് എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. പിന്നെ എന്നാ ചോദ്യം? നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം. നാരങ്ങയും മാങ്ങയും വേണം. ഈ രണ്ട് വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വിശദീകരിക്കുക. ഇത് 2 മാർക്കിൻ്റെ ചോദ്യം വരാം, അല്ലെ? വാക്യങ്ങളുടെ വ്യത്യാസം കാണാൻ ചോദ്യങ്ങൾ വരാം. നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം, അതൊരു വാക്ക്. നാരങ്ങയും മാങ്ങയും വേണം. ഈ 2 വാക്യങ്ങളുടെ വ്യത്യാസം എന്താണ്? ആ ചോദ്യം നോക്കാം നമുക്ക്. നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം എന്നുള്ളതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എന്നർത്ഥമാണ് വരുന്നത്. അപ്പോൾ നാരങ്ങയോ മാങ്ങയോ ഏതെങ്കിലും വേണം എന്നുള്ളതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നർത്ഥം വരും. നാരങ്ങയും മാങ്ങയും വേണം എന്നുള്ളതിൽ രണ്ടും വേണം എന്ന അർത്ഥം വരും. അപ്പോൾ നാരങ്ങയും മാങ്ങയും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് മതി, നാരങ്ങയിലേക്ക് മാങ്ങ. പക്ഷെ നാരങ്ങയും മാങ്ങയും വേണം എന്ന് പറഞ്ഞാൽ രണ്ടും വേണമെന്ന അർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ വാക്യങ്ങൾ തമ്മിലുള്ള അർത്ഥം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദ്യം വന്നെൻ്റെ മക്കൾ എഴുതണം കേട്ടോ. അടുത്തൊരു ചോദ്യം, ഒരു വയറിന് മാത്രമായി ഒരു വയലും വിളയുന്നില്ല. വരികളുടെ ആശയം വിശദമാക്കുക. നമ്മൾ പാഠഭാഗത്തിൽ ആദ്യത്തെ വരികൾ നമ്മൾ ചർച്ച ചെയ്തു, അല്ലേ? ഒരു വയറിന് മാത്രമായി ഒരു വയലും വിളയുന്നില്ല. വരികളുടെ ആശയം വിശദമാക്കുക. കൃത്യമാണ്. ഒരു വയലും ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഒരുപാട് ആൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് തിന്നാനും പാടില്ലെന്നാണ് പറയണേ. കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വരികളാണ് ഇവ. ഇപ്പം കിട്ടുമാവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വരികളാണ് ഈ മേൽ പറഞ്ഞ വരികൾ എന്ന് പറയുന്നത്. കിട്ടുമാവൻ മറ്റൊരാളിൻ്റെ വിശപ്പിനെ പറ്റിയോ മറ്റൊരാൾ വെച്ചുണ്ടാക്കാൻ എടുക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ചോ ചിന്തിക്കുന്നില്ല. കിട്ടുമാവൻ മറ്റൊരാളുടെ വിശപ്പിനെ കുറിച്ചോ കഷ്ടപ്പാടിനെ കുറിച്ചോ ചിന്തിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ കാര്യം മാത്രം, സ്വാർത്ഥത, താൻ എന്ന കാര്യം മാത്രം ആരാണ് ചിന്തിക്കുന്നത്? കിട്ടുമാവൻ ചിന്തിക്കുന്നുള്ളൂ. തനിക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടണം. സ്വന്തം കുഞ്ഞിൻ്റെ വിശപ്പിനെ പോലും പരിഗണിക്കാത്ത സ്വന്തം വയർ നിറയ്ക്കുന്ന ആളാണ് കിട്ടുമാവൻ, അല്ലേ? എന്താ മക്കളെ പറയണേ? തനിക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടണം, തനിക്ക് മാത്രം രുചികരമായ ഭക്ഷണം കിട്ടണമെന്ന ചിന്ത പുലർത്തുന്ന സ്വാർത്ഥത നിറഞ്ഞ കഥാപാത്രമായി കിട്ടുമാവൻ മാറുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ വിശപ്പിനെ പോലും പരിഗണിക്കാതെ സ്വന്തം വയർ നിറയ്ക്കുന്ന ആളാണ് കിട്ടുമാവൻ. അപ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ വിശപ്പൊന്നല്ല ആര് പരിഗണിക്കുന്ന കിട്ടുമാവൻ, സ്വന്തം വയറ്, അല്ലേ? ആ മകൻ കരയുന്നില്ലേ? എനിക്ക് അച്ഛനൊന്നും തന്നില്ല, ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുഞ്ഞ് കരയുന്നില്ലേ? ഇത് കാരണം എന്താണ്? കിട്ടുമാവൻ ആ ഭക്ഷണം മുഴുവനും തിന്നു, ഒരു വറ്റു പോലും ബാക്കി വയ്ക്കാതെ സ്വന്തം മകനെ പോലും പരിഗണിക്കാത്ത തൻ്റെ ആമാശയെ നിറക്കുമെന്ന ചിന്ത മാത്രമേ ആർക്കുള്ളൂ? കിട്ടുമാവനുള്ളൂ. ഒരു വയറിന് മാത്രമായല്ല ഒരു വയലും വിളിയുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരാളുടെ വയറിന് വേണ്ടി മാത്രമല്ല ഒരു വയൽ, ഒരു പാടം വിളയുന്നത്. അത് ഒരുപാട് ആളുടെ വിശപ്പ് ഇല്ലാണ്ടാക്കാനാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ബാക്കി വയ്ക്കുന്ന ഫുഡ് മറ്റൊരാളുടെ വിശപ്പാണ്, അല്ലേ? അപ്പോൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക, ഒരിക്കലും അത് കളയരുത്. അത്യാർത്തി കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാരണം. എല്ലാം ഒറ്റയ്ക്ക് എന്ന ചിന്താഗതി നല്ലതല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പം എല്ലാം ഒറ്റയ്ക്ക് എന്ന ചിന്താഗതിയാണ്. തനിക്കെല്ലാം തന്നെ വേണം, തനിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം വേണം, തനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങണം, തനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന ഒരു കൃത്രിമമായ സ്വാർത്ഥത നിറഞ്ഞ ഒരു കഥാപാത്രമായി ആര് മാറും? നമ്മുടെ കിട്ടുമാവൻ മാറുന്നു എന്ന് കാണാൻ സാധിക്കും. അടുത്തെന്താണ് മക്കളെ?
കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം ചോദ്യം വരാം. കിട്ടുമാവൻ കഥാപാത്ര നിരൂപണം അല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ മക്കളെ, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്താണ്? കിട്ടുമാവൻ കഥാപാത്ര നിരൂപണം ചിലപ്പോൾ ചോദ്യം വരാം. ഇപ്പം എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? ഭക്ഷണത്തിനോട് ആർത്തിയുള്ള കഥാപാത്രമാണ് ആര്? കിട്ടുമാവൻ. നമുക്കറിയാം ഭക്ഷണത്തിനോട് അത്രയധികം അത്യാർത്തിയുള്ള കഥാപാത്രമായി കിട്ടുമാവൻ മാറുന്നുണ്ട്. അങ്ങനെ പാഠം പഠിച്ചല്ലേ? ഭക്ഷണം വേണം ഭക്ഷണം അല്ലേ, ജോലി വേണം ജോലി എന്ന് പറഞ്ഞ് ദുരന്തമായി മാറുന്ന കഥാപാത്രമായി കിട്ടുമാവനെ കാണാം. അതായത് അതിന് രാവിലെ ഭാര്യയോട് പറയാണ് ചോറ് വേണം, കഞ്ഞി വേണം, പിന്നെ ചെറുപയർ പുഴുക്ക് വേണം, അല്ലെങ്കിൽ വെളുത്തുള്ളി അരക്കണം, കിഴങ്ങുകൊണ്ട് ഉപ്പേരി വേണം, നല്ല പുളിച്ച മോര് കൊണ്ട് ചമ്മന്തി വേണം, അല്ലെങ്കിൽ സാമ്പാർ, പുളിശ്ശേരി, അച്ചാറ്, പിന്നെ നാരങ്ങ, മൊളീഷ്യം, ചേന കൊണ്ട് മൊളീഷ്യം, ഇതൊക്കെ ആർക്ക് വേണം? മുതിരച്ചാറ് വേണം. ഇത്തരത്തിൽ ഭക്ഷണത്തിൻ്റെ മെനു കൊടുക്കുകയാണ് ഭാര്യയ്ക്ക്. അപ്പോൾ ഭാര്യയോട് യാതൊരുവിധ സ്നേഹവും ഇല്ലാത്ത കഥാപാത്രമേ ആരെ കാണാൻ പറ്റും? കിട്ടുമാവനെ കാണാം. കുടുംബബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാത്ത കഥാപാത്രം ആരെ കാണാം? കിട്ടുമാവനെ കാണാം. സ്വാർത്ഥത നിറഞ്ഞ കഥാപാത്രം അല്ലേ? സ്വാർത്ഥതയാണ് കിട്ടുമാവൻ്റെ മറ്റൊരു പ്രത്യേകത. കൂട്ടുകുടുംബത്തിൽ നിന്നും തറവാടിൽ നിന്നും ഭാര്യയും മക്കളുമായി ഇറങ്ങി വരികയും തൻ്റെ സ്വത്തെല്ലാം തിന്നു മുടിക്കാൻ വേണ്ടി വിറ്റ് കഴിക്കുകയും ഭാര്യയുടെ സ്വത്ത് കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന കഥാപാത്രം. കുടുംബത്തോട് ആരോടും സ്നേഹവുമില്ല, ഭാര്യയോട് സ്നേഹമില്ല, മകളോട് സ്നേഹമില്ല, മകനോട് സ്നേഹമില്ല. കാരണം കിട്ടിയ ഭക്ഷണം മുഴുവൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന കഥാപാത്രമായി, സ്വാർത്ഥതയുള്ള നന്മയില്ലാത്ത കഥാപാത്രമായി ആര് മാറുകയാണ്? ഇവിടെ നമ്മുടെ കിട്ടുമാവൻ മാറുകയാണ്. അധ്വാനിയാണ്. എന്നാൽ അധ്വാനി കൂടിയാണല്ലേ? പറമ്പിൽ പോയിട്ട് പണിയെടുക്കുകയാണ് കിട്ടുമാവൻ. രാവിലെ ഒരുപാട് കഞ്ഞി കുടിച്ച ശേഷം വെറുതെ ഇരിക്കുന്നില്ല, അദ്ദേഹം പറമ്പിൽ പോയിട്ട് 2 ആളെ പണിയെടുക്കും. അധ്വാനിയാണ്. വാഴയ്ക്കും കപ്പയ്ക്കും ചേമ്പക്കും എല്ലാം എന്ത് ചെയ്യും? അദ്ദേഹം തടമെടുക്കും അല്ലേ? അപ്പം അധ്വാനിയായി 2 ആളിൻ്റെ ജോലി ഒരുമിച്ച് ചെയ്യുന്ന ഒരു മിടുക്കനായ വ്യക്തിയാണ്. പക്ഷേ ആർത്തിയാണ് അദ്ദേഹത്തെ നശിപ്പിച്ചതെന്ന് കാണാൻ സാധിക്കും. പിന്നെ എന്താണ് മക്കളെ? കച്ചവടം ചെയ്യാൻ അറിയാത്ത ആൾ. കച്ചവടം ചെയ്യാൻ അറിയുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ആദ്യം കച്ചവടം ചെയ്തു, ചായ കച്ചവടം ചെയ്തു, ചായക്കടക്കാരനായി. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയ മനോഹരമായ രുചികരമായ സ്വാദിഷ്ടമുള്ള ദോശയും ചമ്മന്തിയും പിന്നെന്താണ് കാപ്പിയും അദ്ദേഹം തന്നെ കുടിച്ചു തീർത്തു, കഴിച്ചു തീർത്തു. അവിടെ കഴിക്കാൻ വരുന്ന ആർക്കും അദ്ദേഹം കൊടുക്കാറില്ല. അദ്ദേഹം തന്നെ ഉണ്ടാക്കും, അദ്ദേഹം തന്നെ കഴിക്കും. അങ്ങനെ പ്രോഫിറ്റ് ഇല്ലാതെ, ലാഭമില്ലാതെ ചായക്കടിയും പൂട്ടി എന്നാ പറയണേ. പിന്നെ എന്താ പറയണേ? അവഗണിക്കപ്പെടുന്ന കഥാപാത്രമായി മാറുന്നു. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന. ലാസ്റ്റ് കഥയുടെ അവസാനം ജോലി വേണമെന്ന് പറയുമ്പോൾ ആൾക്കാർ ജോലി കൊടുക്കുന്നില്ല അദ്ദേഹത്തിന്. കാരണം എന്താ? അദ്ദേഹം ജോലിക്ക് വെച്ച് അദ്ദേഹം വീട്ടിൽ എല്ലാ ഭക്ഷണ സാധനം തിന്നു തീർക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ആരും അദ്ദേഹം ജോലി കൊടുക്കുന്നില്ല. അങ്ങനെ സ്വാർത്ഥത നിറഞ്ഞ, അവഗണിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, ദുരന്തമുള്ള കഥാപാത്രമേ ആര് മാറിയാണ് മക്കൾ? നമ്മുടെ കഥയിൽ നമ്മുടെ കിട്ടുമാവൻ മാറി. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ അത്യധികം സ്വാർത്ഥത നിറഞ്ഞ, മറ്റുള്ളവരെ ഒറ്റപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, അധ്വാനിയായ, ഭക്ഷണത്തോട് ആർത്തിയുള്ള കഥാപാത്രമായി കിട്ടുമാവൻ മാറുന്നുണ്ട്. അപ്പം ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ മെയിനായ പോയിന്റ് എന്ന് പറയുന്നത്. മക്കളെ, തകഴി ശിവശങ്കര പിള്ളയുടെ കിട്ടുമാവൻ എന്ന് പറയുന്ന കഥ നിങ്ങളോട് പറയുന്ന പ്രധാന ആശയം ഭക്ഷണത്തോട് ആർത്തി വയ്ക്കാതിരിക്കുക. അല്ലേ? നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറഞ്ഞ ഡയലോഗുണ്ട്, അളവക്കധികമാ ആസപ്പെടുற ആമ്പളയും അളവക്കധികമാ കോപ്പുറ പെമ്പുളിയും നല്ല வாழ்ந்த சரித்திரமே கிடையாது. ഭാഷ ഒരു തടവ സ്വന്ന 100 തടവ സ്വന്ന മാതിരി അല്ലേ? എന്താ പറയുന്നത്? അളവിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ആണും അളവിൽ കൂടുതൽ ദേഷ്യപ്പെടുന്ന പെണ്ണും നല്ല രീതിയിൽ ജീവിക്കില്ലെന്നാണ് നമ്മുടെ രജനീകാന്ത് അണ്ണൻ പറഞ്ഞത്. അതേപോലെ ഈ പാഠഭാഗത്ത് നോക്കിയത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അമിതമായ ആഗ്രഹം, അത്യാർത്തി ഒരു മനുഷ്യനെ നശിപ്പിച്ചിരിക്കുന്നു. ഭക്ഷണത്തോട് അമിതമായ ആർത്തിയുള്ള, സ്വാർത്ഥത നിറഞ്ഞ, നർമ്മമുള്ള, തമാശക്കാരനായ, അധ്വാനിയായ കിട്ടുമാവൻ ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തി കാരണം ജീവിതം നശിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ ചെയ്യുന്നത്. അത്തരത്തിൽ 9ാം ക്ലാസ്സിന് ആനുവൽ എക്സാമിനേഷനിൽ പോകുമ്പോൾ പ്രധാനമായും കഥാപാത്ര നിരൂപണം വരാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് കിട്ടുമാവൻ. കൂടാതെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഉപന്യാസമോ ആസ്വാദനക്കുറിപ്പോ മുഖപ്രസംഗമോ പ്രഭാഷണമോ നിങ്ങൾക്ക് ചോദ്യമായി പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകേണ്ട പാഠഭാഗം തന്നെയാണ് നമ്മുടെ കിട്ടുമാവൻ. ഈ കിട്ടുമാവൻ്റെ എല്ലാ ചോദ്യങ്ങളും എല്ലാ ഉത്തരങ്ങളുമായി ഞാൻ ലൈവിൽ നിങ്ങളോട് ചേരുന്നുണ്ട്. നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ മലയാളം സെക്കൻഡിൻ്റെ എക്സാമിൻ്റെ തലേദിവസം ഞാൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുമാവനും ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചിട്ടാമെന്ന് പറഞ്ഞു. ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.